ഹലോ, ഒരു ചെറിയ വീഡിയോ എടുക്കാം കേട്ടോ. ഒരു യാത്ര പോകാൻ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എൻ്റെ ലഗേജൊക്കെ റെഡിയാക്കി വെച്ചു. വെളുപ്പിന് 6 മണിയായിട്ടാണ്. മഴയുണ്ട്, ഇതൊന്നും മൂടുമില്ല. എന്നാലും പോയല്ലേ പറ്റൂ. എന്നോടൊപ്പം എൻ്റെ മമ്മിയുണ്ട് കേട്ടോ ഇന്നത്തെ യാത്രയ്ക്ക്. ബസ്സിൽ കയറി 10 കുറ്റമൊക്കെ പറഞ്ഞ് എന്നെ 4 വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഒരു കട്ടനും ഒരു ചായയും കുടിച്ചു. അതിനുശേഷം ഞാൻ വെയിറ്റിംഗ് ആണ് നമ്മുടെ ട്രെയിന് വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ട്രെയിൻ വരും. ഫൈനലി ട്രെയിൻ എത്തിയിട്ടോ. മനുഷ്യരാണ് ട്രെയിന്. സീറ്റൊക്കെ കൺഫേം ആയിരുന്നു, ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന് മഴയൊക്കെ കണ്ട് വെയിലൊക്കെ വന്ന് ഇങ്ങനെ ഇരുന്ന് യാത്രയൊക്കെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മടുപ്പായി തുടങ്ങി കേട്ടോ. കാരണം ഒരു 8 hours ഉണ്ട് മടുത്ത്. മമ്മിയാണെങ്കിൽ സൈഡിലോട്ടൊന്ന് ഒതുങ്ങി ഉറങ്ങാൻ തുടങ്ങി മമ്മി. ഇതാണ് ഉറങ്ങണതെന്ന്. ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുന്നു, കാലിക്കറ്റ്. അങ്ങനെ എക്സിറ്റിനായിട്ട് നടക്കുന്നു. അങ്ങനെ നമ്മളെ എക്സിറ്റ് എത്തി. നമ്മൾ റൂമിലെത്തി, ഫ്രഷപ്പായി. ഇനി ഒന്ന് വെളിയിൽ പോയിട്ട് ചുമ്മാ ഒന്ന് കറങ്ങാൻ ഓർത്തു. ഇറങ്ങിയപ്പോഴും നല്ല മഴ. നമ്മൾ ഓട്ടോ പോകുന്നത്. എത്തിയപ്പോൾ തന്നെ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഒരു കോൺ വാങ്ങി നല്ല എരിയൊക്കെ ഇട്ട് അതങ്ങ് അകത്താക്കി. ആദ്യം തന്നെ കൊള്ളാമെന്നൊക്കെ മമ്മിയോട് ചോദിച്ചു. മമ്മിയൊക്കെ കൊള്ളാം, ഓക്കെയാണ്. അങ്ങനെ അതും കഴിച്ചുകൊണ്ട് തിരമാലയൊക്കെ എണ്ണിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഒരു വീഡിയോ ഒക്കെ എടുത്തു തരാമോ എന്ന് ചോദിച്ചു. ആളെടുത്തൊക്കെ തന്നു കേട്ടോ, കുഴപ്പമില്ലാത്ത രീതിയിൽ. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ അതിൻ്റെ ഫുട്പാത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. മമ്മി പറയും എൻ്റെ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് മമ്മിയുടെയും ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തു. ഇങ്ങനെ നല്ല രസമാട്ടോ, അതുവഴി നടക്കാൻ നല്ല വൈബാണ്. അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അമ്മയുടെ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാൻ നല്ല ഇഷ്ടമാണ്, നല്ല വൈബാണത്. അങ്ങനെ നമ്മൾ അവിടെ കാണുന്ന മരത്തിൻ്റെ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഉള്ളവർ മാറണേ ഇല്ല. ഒരു ഫുൾ ടൈം അവിടെ തന്നെയായിരുന്നു അവർ. പിന്നെ എന്തായാലും അത് വേണ്ടാന്നുള്ള ആ പ്ലാനിങ് കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഉപ്പിലിട്ട മാങ്ങയൊക്കെ കിട്ടുന്നതിൻ്റെ അവിടെ എത്തിയിട്ടോ. അങ്ങനെ അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്കൊരു വീഡിയോയും കൂടി എടുത്തു തരാമോ എന്ന് ചോദിച്ചു. ആളെനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു. ഫാനിൽ ഇങ്ങനെ നടന്നു പോവാണ്. മമ്മി ചോദിക്കുന്ന ഡൗട്ട്, തിരമാല ഇങ്ങനെ കയറി വന്നാൽ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ച് പേടിപ്പിച്ചെന്നെ. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. പക്ഷെ മമ്മിക്ക് അത്ര ഇഷ്ടമായില്ല. ഓക്കെ കൊള്ളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട പൈനാപ്പിൾ, അതൊരു അച്ചാറും കൂട്ടി കഴിക്കാൻ ഒരു അടിപൊളി ടേസ്റ്റാട്ടോ. ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട് ഇത്. അങ്ങനെ മമ്മിക്ക് എന്നിട്ട് നെല്ലിക്ക വേണമെന്ന് അതും വാങ്ങിച്ചു കൊടുത്തു. മറ്റേ കൊച്ചു പിള്ളേരെ പോലെയാണ് മമ്മി കേട്ടോ. പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അതും വാങ്ങിച്ചു കൊടുത്ത്. അങ്ങനെ ഇടയ്ക്കൊരു മഴയൊക്കെ വന്നു പോയി. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കഴിച്ചു, അത് ബജി കഴിച്ചു. എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ്. രാത്രിയായിട്ടോ. അപ്പോൾ ശരി, പിന്നെ കാണാം കേട്ടോ. ഇറ്റ്സ് മീ ഷീബ മാത്യു.